ആലുവ ഗസ്റ്റ് ഹൗസിൽ നടന്ന ഉഭയകക്ഷി ചർച്ചകൾക്ക് മുന്നോടിയായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3ാം സീറ്റ് എന്ന ആവശ്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ലെന്നാണ് മുസ്ലിം ലീഗ് നേതാവ് ഇ.ടി. മുഹമ്മദ് ബഷീർ പ്രതികരിച്ചത്. പ്രതീക്ഷ നമുക്ക് ഇതെല്ലാം സെറ്റിൽ ചെയ്യുന്നതാണ്. കാരണം ഞങ്ങളുടെ സ്റ്റാൻഡിൽ യാതൊരു മാറ്റമില്ല. ഞങ്ങൾക്കതിൽ വിട്ടുവീഴ്ചൻ്റെ അതിൽ ഭാഷയുടെ പ്രശ്നമില്ല. നമ്മുടെ റാങ്ക് ആൻഡ് ഫയലിനെ വളരെ ഗൗരവമായി ബാധിക്കുന്ന പ്രശ്നമാണ്. ഞങ്ങൾക്ക് അതിൽ നിന്ന് മാറാനൊക്കില്ല. എന്നാൽ ചർച്ചകൾക്ക് മുന്നോടിയായി പരസ്യ പ്രതികരണത്തിന് തയ്യാറാകാതിരുന്ന കോൺഗ്രസ് നേതൃത്വം ഉഭയകക്ഷി ചർച്ചയിൽ 3ാം സീറ്റ് എന്ന ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കി. പകരം രാജ്യസഭാ സീറ്റ് എന്ന സമവായ നിർദ്ദേശം മുന്നോട്ട് വെച്ചു. എന്നാൽ ഇക്കാര്യത്തിൽ ഉഭയകക്ഷി ചർച്ചയിൽ ധാരണയായില്ല. സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങളോടുകൂടി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാമെന്ന് പറഞ്ഞ് ലീഗ് നേതാക്കൾ ചർച്ച പൂർത്തിയാക്കി. പുറത്തുവന്ന ലീഗ് നേതാക്കൾ എല്ലാം പോസിറ്റീവെന്ന് പ്രതികരിച്ചു. എന്നാൽ സമവായ നിർദ്ദേശത്തിൽ മൗനം പാലിച്ചു. അതിൻ്റെ ഡീറ്റെയിൽസ് പലതുമുണ്ട്. അത് ഇന്നത് ഇങ്ങനെ എങ്ങനെ എന്നിപ്പോൾ നിങ്ങൾ ചോദിക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മീറ്റിങ്ങിൽ വിലയിരുത്താനുള്ള കാര്യങ്ങളാണ്. പിന്നാലെ വന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും സമവായത്തിൽ മിണ്ടിയില്ല. അങ്ങനത്തെ ഒരു ചോദ്യം ചോദിച്ചാൽ ഞാൻ പറയുക, നമ്മൾ പറഞ്ഞത് വളരെ കൃത്യമാണ്. വേണമെങ്കിൽ സംശയം ഒന്നുകൂടി ആവർത്തിച്ച് പറയാം. ഞങ്ങൾക്കും അവർക്കും അവരുടെ നേതൃത്വമായിട്ട് ചർച്ച ചെയ്തിട്ട് ഫൈനലായിട്ട് പറയാൻ പറ്റുള്ളൂ. അത്രയേ ഉള്ളൂ. അത് 27-ാം തീയതി പറയും. അവസാനം സമവായത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഒന്നും ഒളിച്ചുവെക്കാനില്ലെന്ന നിലപാടായിരുന്നു KPCC പ്രസിഡന്റ് K. സുധാകരന്. രാജ്യസഭാ സീറ്റ് കിട്ടിയാൽ അവരെടുക്കുമെങ്കിൽ അവർക്കത് കൊടുക്കാം. അത് അവർ ഓക്കെ പറഞ്ഞില്ല. അതും അവർ തങ്ങളുമായി സംസാരിച്ചതിന് ശേഷമേ അവർ ഞങ്ങൾക്ക് മറുപടി പറയുള്ളൂ. അങ്ങനെ വരുവാണെങ്കിൽ ഞങ്ങൾ ഓൾ ഇന്ത്യ കമ്മിറ്റിയുടെ പെർമിഷനോടുകൂടി വി വിൽ കൺസിഡർ ദാറ്റ്. ചൊവ്വാഴ്ച ഇരു പാർട്ടികളും തീരുമാനം പരസ്യമായി പ്രഖ്യാപിക്കും. സമവായ നിർദ്ദേശം ലീഗും കോൺഗ്രസ് ദേശീയ നേതൃത്വവും അംഗീകരിച്ചാൽ കേരളത്തിൽ നിന്ന് ജൂലൈ മാസത്തിൽ ഒഴിവരുന്ന 3 രാജ്യസഭാ സീറ്റുകളിലൊന്നിൽ ലീഗ് പ്രതിനിധി സ്ഥാനാർത്ഥിയാകും. അതോടെ ലീഗിന് രാജ്യസഭയിൽ 2 അംഗങ്ങളാകും. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.